ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് ഹോളിയാണ്. അപ്പം ഹോളിയുടെ ദിവസം വൈകിട്ട് ഹോളിയിൽ നമ്മൾ തീ കൂട്ടിയിട്ട് അതിന് പ്രസാദമൊക്കെ ഹോളി കത്തിക്കും. അപ്പോൾ അതിന് പ്രസാദമായിട്ട് കാണിക്കുന്നത് പുരൻ പോളി എന്ന് പറയുന്ന ഒരു സാധനമാണ്. പുരൻ പോളി എന്ന് പറഞ്ഞാൽ നമ്മൾ പായസത്തിനൊക്കെ കളിക്കുന്ന ബോളി പോലെയുള്ള ബോളിയാണ്. അതിനാണ് പുരൻ പോളി എന്ന് മഹാരാഷ്ട്രയിൽ പറയുന്നത്. അപ്പോൾ ഈ പുരൻ പോളി ഉണ്ടാക്കുമ്പോൾ പുരൻ പോളിയുടെ കൂടെ ഒരു തരം ഡാൽ ഉണ്ടാക്കും. അതിന് മഹാരാഷ്ട്രയിൽ പറയുന്നത് കട്ടാച്ചി അംട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിൽ കുറേ മസാലയൊക്കെ കൂടെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറി, അതിനാണ് കട്ടാച്ചി അംട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ടാച്ചി അംട്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുരൻ പോളിക്കുള്ള തയ്യാറെല്ലാം ചെയ്ത് നമ്മുടെ രുദ്രാണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അല്പം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇത്തിരി ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ അംട്ടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കഷ്ണം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയതിലോട്ട് ഒരു പിടി കൊത്തമല്ലിയുടെ ഇലയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല എല്ലാം എടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആക്ച്വലി ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയതാണ്, എന്നാൽ പോലും തേങ്ങ പച്ചയാണ്, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം. നമ്മൾ അരച്ച മസാലയൊന്ന് വഴന്നു വന്നു. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മസാല ഇട്ട് കൊടുത്തു. മസാല എന്ന് പറഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിൽ ഇവരെ വീട്ടിലുണ്ടാക്കുന്ന ഒരു മസാലയാണ്. അതിനെന്തോ കാല മസാല എന്നാണ് പറയുന്നത്. അതെൻ്റെ കയ്യിലില്ലായിരുന്നത് കൊണ്ട് ഞാൻ വേറെ ഒരു മസാല, കോലാപ്പൂർ സ്റ്റൈൽ ഒരു മസാലയുണ്ട്, കാന്താ ലസുൺ മസാല എന്ന് പറയും, അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഇതൊന്ന് വഴന്നു വന്നു. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ വഴന്നു വന്നപ്പം വേവിച്ച് വെച്ച കടലമാവ് ഒരല്പമേ ഉള്ളൂ, അത് പുരൻ പോളിക്ക് വേവിച്ചതിൽ നിന്ന് ഞാൻ എടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പുളിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടുണ്ടാക്കിയതാണ്. ഇത് സാധാരണ ഷോലാപ്പൂർ സൈഡിലുള്ളവരാണ് ഇങ്ങനെ ഇതുണ്ടാക്കുന്നതിന് ചിഞ്ചുകൂടെന്നാണ് പറയുന്നത്. ചിഞ്ചെന്ന് പറഞ്ഞാൽ പുളിയും ശർക്കരയൊക്കെ ഇട്ട ഒരു അംട്ടി. അപ്പോൾ ഇതൊന്ന് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒരു പിഞ്ച് കായം കൂടെ ഇട്ടു. കാരണം ഇതിൽ കടലമാവ് ഇട്ടതുകൊണ്ട്, കടലപ്പരിപ്പ് വേവിച്ചിട്ടതുകൊണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെട്ടിച്ച് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇത്തിരി ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൊത്തമല്ലിയുടെ എല്ലാം ഇട്ട് കൊടുത്തു, ഇത്തിരി മല്ലിയില കൂടെ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു കഷ്ണം ശർക്കര ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തത് പുളി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചതിൽ കൂടുതലായിട്ട് ഒരല്പം കൂടെ പുളി ചേർത്ത് കൊടുത്തു, കാരണം ടേസ്റ്റ് ചെയ്തപ്പോൾ പുളി കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ കട്ടാച്ചി അംട്ടി റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.